നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാം. ഇതിനകത്ത് തേർഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ സർവീസസ്, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോള്, അതിനകത്ത് യു ഡി പി ഉണ്ട്, ടി സി പി യു ഡി പി രണ്ട് ടൈപ്പിൽ പ്രോട്ടോക്കോളുണ്ട്. പിന്നെ SCTP എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഈ യു ഡി പിയും ടി സി പിയും സാധാരണ PSCക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ വരുന്നതാണ്. യു ഡി പിയിൽ ഇങ്ങനെയാണോ, ടി സി പിയിൽ ഇങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ നമ്മൾ പഠിക്കുന്ന സിമ്പിൾ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ, ഗോ ബാക്ക് എൻ പ്രോട്ടോക്കോൾ, സെലക്റ്റീവ് റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഈ ക്ലാസ്സിൽ ആദ്യത്തെ ഭാഗം തുടങ്ങാം. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, അങ്ങനെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മേളിൽ പിന്നെ 3 ലെയറാണ് ശരിക്കും ഉള്ളത്. അത് മൂന്നും കൂടെ കൺസോളിഡേറ്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും താഴെയുള്ള ഒരു ലെയർ മേളിലുള്ള ഒരു ലെയറിന്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിന് താഴെയുള്ള ലെയർ എപ്പോഴും മേളിലുള്ള ലെയറിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിന് മേളിലുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയറാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഉദ്ദേശം. ഇറ്റ് റിസീവ്സ് സർവീസ് ഫ്രം ദ നെറ്റ്വർക്ക് ലെയർ. ഇതിൻ്റെ താഴെയുള്ളത് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള നെറ്റ്വർക്ക് ലെയറാണ്. അവനിൽ നിന്ന് ഇവൻ സർവീസ് മേടിക്കും, ആപ്ലിക്കേഷൻ ലെയറിന് ഇവൻ സർവീസ് ചെയ്തു കൊടുക്കും. ഇതിൽ ട്രാൻസ്പോർട്ട് ലെയറിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. ഇതിനു മുമ്പ് നമ്മൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ IP അഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിസ്റ്റത്തെ യൂണിക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഒരു കമ്പ്യൂട്ടറിനെ യൂണിക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മേളിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മൊബൈലിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. വാട്സാപ്പ് ഒരു പ്രോസസ്സാണ്, ഫേസ്ബുക്ക് ഒരു പ്രോസസ്സാണ്. വാട്സാപ്പിൽ നിന്ന് മറ്റൊരാളുടെ മൊബൈലിലേക്ക് അയക്കുമ്പോൾ IP അഡ്രസ്സ് വെച്ചിട്ടാണ് അയാളുടെ മൊബൈലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ പ്രോസസ്സ് ആ മൊബൈലിൽ എത്തിയാൽ മൊബൈലിൽ അത് വാട്സാപ്പിലേക്ക് കൊടുക്കണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നത്. അപ്പം ആ മൊബൈലിൽ എത്തിക്കുക എന്നുള്ള പണി ആരാണ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് ലെയറാണ് ചെയ്യുന്നത്. ആ മൊബൈലിൽ എത്തിച്ചാൽ അത് കറക്റ്റ് ഏത് പ്രോസസ്സിലാണോ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയറാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ അതിന് ഉപയോഗിക്കുന്നത് പോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ പ്രൊവൈഡ്സ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ആപ്ലിക്കേഷൻ ലെയർ. ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിങ് ത്രൂ പോർട്ട്. ഈ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പോർട്ടിലൂടെയാണ്. പിന്നെ ഡാറ്റാനെ എൻക്യാപ്സുലേറ്റ് ചെയ്യും, ഡീക്യാപ്സുലേറ്റ് ചെയ്യും. എൻക്യാപ്സുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ ആക്കിയെടുക്കും. ആ ആക്കിയെടുക്കുന്നതിനെ വീണ്ടും പഴയ രൂപത്തിലേക്ക് ആക്കുന്നതിനാണ് ഡീക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്ലെക്സിങ്, ഡീമൾട്ടിപ്ലെക്സിങ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ, കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻലെസ് സർവീസ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. അതിലേക്ക് പോകാം. പ്രോസസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ലെയർ എൻറ്റിറ്റി റണ്ണിങ് പ്രോഗ്രാം ദാറ്റ് യൂസസ് സർവീസസ് ഓഫ് ദ ട്രാൻസ്പോർട്ട് ലെയർ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മൊബൈലാണ് സിസ്റ്റം എങ്കിൽ ആ മൊബൈലിലുള്ള ഓരോ പ്രോസസ്സും, അപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പിൽ ഒരു PDF ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ PDF ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വെബ് ബ്രൗസർ ഒരു പ്രോസസ്സറാണ്. ആപ്ലിക്കേഷന് സർവീസ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഈ ഫിഗറിൽ പറയുന്നത്. ഇതുണ്ടോ, ഈ ക്ലയൻറ്റിൽ പല പ്രോസസ്സ് ഓടുന്നുണ്ട്, ഈ ഒരു സെർവറിലും പല പ്രോസസ്സ് ഓടുന്നുണ്ട്. അപ്പം ഇതിൽ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഈ ക്ലയൻറ്റിൽ നിന്ന് ഈ ക്ലയൻറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളത് എന്താണ് ട്രാൻസ്പോർട്ട് ലെയറാണ് ചെയ്യുന്നത്. അതായത് പുറത്ത് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതിയിട്ടിട്ടുണ്ടാവും. പക്ഷേ ആ അഡ്രസ്സിനകത്ത് അത് ആർക്കാണ് കിട്ടേണ്ടത് എന്ന് 2 ഒക്കെ പറഞ്ഞ് നമ്മൾ ലെറ്ററിൻ്റെ മേളിൽ എഴുതിയേക്കുന്നതാണ് ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് ഇത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് എൻ്റെ മൊബൈലിലെത്തി, ഇത് നിങ്ങളുടെ വാട്സാപ്പിൽ നിന്ന് എൻ്റെ വാട്സാപ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അഡ്രസ്സിങ്, രണ്ടാമത്തേത് അഡ്രസ്സിങ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഡ്രസ്സ് ഇവിടെ IP അഡ്രസ്സ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ, പോർട്ട് അഡ്രസ്സ് പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹോസ്റ്റ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ IP അഡ്രസ് ആൻഡ് പ്രോസസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ പോർട്ട് നമ്പേഴ്സ്. പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ 16 ബിറ്റാണ്. 16 ബിറ്റ് ആകുമ്പോൾ നമുക്ക് 0 തൊട്ട് ഈ കാണുന്ന വാല്യൂ 65535 അല്ലെങ്കിൽ 2⁻16 -1 എന്ന് പറയുന്നത് ആ 2⁻16 -1 വരെയുള്ള വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും പോർട്ട് നമ്പറുകൾ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിലും അത്രയും ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. കാരണം ഓരോ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഓരോ ആപ്പിനും നമ്മൾ ഓരോ
പോർട്ട് അഡ്രസ്സാണ് കൊടുക്കുന്നത്. മോസ്റ്റ് പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ടു ക്ലയൻറ്റ് സെർവർ രീതിയിലാണ് സാധാരണ ആപ്ലിക്കേഷൻ. ഇത് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഇവർ പറഞ്ഞേക്കുന്നത്. അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ വാട്സാപ്പൊക്കെ നോക്കിയാൽ ഒരിക്കലും ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ അല്ല കേട്ടോ. ക്ലയൻറ്റ് സെർവർ പ്രോസസ് ആർ ഐഡൻറ്റിഫൈഡ് ബൈ പോർട്ട് നമ്പേഴ്സ്. ഇനി ഈ പോർട്ടിന് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ICANN എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അവരാണ് ഈ പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ്. ഈ ASCII ഒക്കെ പോലെ ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 65,535 വരെ പോർട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനെ ഇവർ ജനറലി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇങ്ങനെ പാടുള്ളൂ അങ്ങനത്തെ ഒരു റൂളല്ല. ജനറലി ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. 0 തൊട്ട് 123 വരെ അവർ പറയുന്ന വെൽ നോൺ പോർട്ടുകളാണ്. അത് കഴിഞ്ഞ് 10, 24, 10, 24 2/10 വാല്യൂ ആണ് ഇത്. 2/10 തൊട്ട് 4915 വരെ അവർ പറയുന്നത് രജിസ്റ്റേർഡ് പോർട്ടുകളാണ്. അതിന് ശേഷമുള്ളത് ഡൈനാമിക് ഓർ പ്രൈവറ്റ് പോർട്ടാണെന്നാണ് പറയുന്നത്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. ഇനി ഞാൻ പറഞ്ഞു ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളല്ല. ഇത് ജനറലി ഇങ്ങനെയാണ് ഫോളോ ചെയ്ത് പോരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പോർട്ട് നമ്പർ ഡിവിഷൻ ഇത് വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് പറയുന്നത് 0 തൊട്ട് 1233 വരെയാണ്. അസൈൻഡ് ആൻഡ് കൺട്രോൾ ബൈ ICANN ആണ്. എക്സാമ്പിൾ പോർട്ട് 80 0 തൊട്ട് 123 വരെയുള്ള പോർട്ട്. അതിലൊരു എക്സാമ്പിളാണ് 80 എന്ന് പറയുന്ന പോർട്ടാണ് സാധാരണ HTTP ഉപയോഗിക്കുന്നത്. നമ്മൾ വെബ് പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ ലോക്കൽ ഹോസ്റ്റ് / എന്നും പറഞ്ഞ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് HTTPS ഇട്ടിട്ടില്ലേ? ആ HTTPS പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലോക്കൽ ഹോസ്റ്റ് :18 കൊടുക്കുമായിരുന്നു. കാരണം HTTP ഓടുന്ന പോർട്ട് എന്ന് പറയുന്നത് HTTP സെർവർ എപ്പോഴും 80 എന്ന് പറയുന്ന പോർട്ടിലായിരിക്കും ഓടുന്നത്. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മൾ HTTPS ഇടുമ്പോൾ ബൈ ഡീഫോൾട്ട് അത് 80 പോർട്ടാണെന്നും ബൈ ഡീഫോൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുകൊണ്ടാണ് 80 ഇപ്പോൾ കൊടുക്കാത്തത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇടയ്ക്ക് ഇത് വർക്ക് ചെയ്യാതെ വരുമ്പം :80 ലോക്കൽ ഹോസ്റ്റ് :80/ എന്നും പറഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതെന്താ, അത് HTTP ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെൽ നോൺ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചില പ്രശസ്തമായ പോർട്ടുകളുണ്ടെന്നാണ് അതിൻ്റെ അതായത് അതിനൊക്കെ ഇപ്പോൾ 80 എന്ന് കേട്ടാൽ അപ്പം തന്നെ HTTP സെർവറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. ഇപ്പം നമ്മുടെ വിക്കിപീഡിയയിൽ നിന്ന് എടുത്തേക്കുന്ന കുറച്ച് വെൽ നോൺ പോർട്ടുകളുടെ പേരുകളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. 015 ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും 01 കഴിഞ്ഞ് 2, 3 ഒന്നും കൊടുത്തിട്ടില്ല. അതൊന്നും അത്ര വെൽ നോൺ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കുറേ ഉണ്ട്. FTP 21ാമത്തെ പോർട്ടിലാണ് എപ്പോഴും FTP ഓടുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതൊന്നും കണ്ടിരുന്നാൽ മതി, ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത രജിസ്റ്റേർഡ് പോർട്ടാണ് രണ്ടാമത്തേത്. രജിസ്റ്റേർഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ 1024 തൊട്ട് 4915 വരെയുള്ള പോർട്ടുകളാണ്. ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ പോർട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തേത് എന്താ 1023 വരെ നമ്മൾ സാധാരണ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ല, ഫേമസ് ആയിട്ടുള്ളതാണ്. ഇന്ന പ്രോസസ്സിന് ഇന്നത്, HTTPക്ക് ഇന്നത്, FTPക്ക് ഇന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ളതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന പോർട്ട് നമ്പർ എനിക്ക് വേണം, എൻ്റെ സെർവർ എപ്പോഴും ഇതിലായിരിക്കും എന്നും പറഞ്ഞ് നമുക്ക് ഈ ICANN രജിസ്റ്റർ ചെയ്ത് മേടിക്കാം. അപ്പോൾ ആ പോർട്ട് നമ്പർ അവൈലബിൾ ആണ്, അവർ നമുക്ക് തരും. ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇതുണ്ട് 2196 എന്ന് പറയുന്ന ആപ്പിൾ പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ്, ഫീഡ്ബാക്ക് സർവീസ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതപ്പോൾ ഒരു പ്രത്യേക ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ആപ്പിൾ പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറയുന്നത് ഈ പോർട്ട് നമ്പർ ICANN രജിസ്റ്റർ ചെയ്ത് മേടിച്ചേക്കുക. 2196 എന്ന് പറയുന്ന പോർട്ട് നമുക്ക് വേണം എന്നും പറഞ്ഞാൽ മേടിച്ചേക്കുക. അപ്പോൾ ആദ്യത്തെ എന്താ ബൈ ഡീഫോൾട്ട് ഫേമസ് ആയിട്ടുള്ളതാണ്. അതാരും വേറെ യൂസ് ചെയ്യാൻ പാടില്ല, അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പോർട്ട് ഉപയോഗിക്കുകയാണ്, അത് മറ്റാരും ഉപയോഗിക്കരുത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാനൊരു പോർട്ട് എടുക്കും, വേറെ ആരും എടുത്തിട്ടില്ലെങ്കിൽ ആ പോർട്ട് ഞാൻ എടുക്കും, എന്നിട്ട് അവിടെ രജിസ്റ്റർ ചെയ്ത് വെക്കും. ഇത് ഞാനാണ് ഉപയോഗിക്കുന്നത് എന്ന പേരിൽ എടുത്തു വെക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ രജിസ്റ്റേർഡ് പോർട്ട് എന്ന് പറയുന്നത്. പോർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പോർട്ട് ഒരു പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്പോർട്ട് ലെയറിലെ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് പോർട്ട് അഡ്രസ്സാണ്. നെറ്റ്വർക്ക് ലെയറിലെ IP അഡ്രസ്സാണ് അതുപോലെ. അപ്പോൾ ഇത് കുറച്ച് രജിസ്റ്റേർഡ് പോർട്ടുകളാണ്. ഇത് ചുമ്മാ എക്സാമ്പിളായിട്ട് ഇതും കാണിച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, മൈക്രോസോഫ്റ്റ് മെസ്സേജ് ക്യൂയിങ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് 1801 ആണ്. അവർ മൈക്രോസോഫ്റ്റ് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാണ്, ഞങ്ങൾക്ക് ഈ പോർട്ട് വേണം എന്നും പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കാണ്. ഇനി ലാസ്റ്റത്തെ ടൈപ്പ് പോർട്ട് എന്ന് പറയുന്നത് ഡൈനാമിക് പോർട്ടാണ്. അത് 49152 തൊട്ട് 65,535 വരെ ഉള്ളതാണ്.
ഇത് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ അതിൽ നിന്നൊരു പോർട്ട് എടുത്ത് ഉപയോഗിച്ചേക്കുവാണ്. ചിലപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അയാളും ആ പോർട്ട് തന്നെ യൂസ് ചെയ്തിരിക്കും. കാരണം അതിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഡൈനാമിക് പോർട്ട് എന്ന് പറയുന്നത് ക്യാൻ യൂസ് ടെമ്പററി ഓർ പ്രൈവറ്റ് പോർട്ട് നമ്പേഴ്സ്. മോസ്റ്റ്ലി ക്ലയൻറ്റ്സ്. അപ്പോൾ ഇത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സെർവർ മിക്കവാറും HTTP സെർവർ അതുപോലത്തെ സെർവറുകളുണ്ടാവും. അവന്മാർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ക്ലയൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ ഓണാവും, ചിലപ്പോൾ ഓഫായി പോകും. അങ്ങനത്തെ, അതായത് നമ്മൾ ഒരു ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൻ്റെ സെർവറാണ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റണ്ണിങ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ചിലപ്പോൾ ഷോർട്ട് ലീവ്ഡ് പോർട്ടൊക്കെ ആയിരിക്കും എടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1023 ശേഷമുള്ളത് ആയിരിക്കും. എന്തായാലും 1023 ശേഷമുള്ളതായിരിക്കും. കാരണം 1023 വരെയുള്ളത് ഫേമസ് ആണ്, അത് ഓരോ സെർവറുകളും ഉപയോഗിക്കുന്നതാണ്. 1023 ശേഷം ഈ പറയുന്ന നമ്പർ വരെ, അതായത് 4915 വരെയുള്ളതാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. For some services, clients use well-known ports. DHCP client, അത് ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും ഇല്ല. സാധാരണ ക്ലയൻറ്റുകൾ 1023 ശേഷമുള്ളതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനൊരു എക്സെപ്ഷനാണ് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 68ആണ്. മോസ്റ്റ്ലി സെർവേഴ്സ് യൂസ് വെൽ നോൺ പോർട്ട്. സെർവറുകൾ ഈ പറഞ്ഞ പോലെയാണ്, വെൽ നോൺ പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. HTTP സെർവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. DHCP സെർവർ എന്ന് പറയുന്നത് 67ാമത്തെ പോർട്ടാണ് ഉപയോഗിക്കുന്നത്. 1023 താഴെയുള്ള എല്ലാം വെൽ നോൺ പോർട്ടുകളാണ്. ഇതിനകത്തൊരു എക്സാമ്പിളായിട്ട് കാണിച്ചേക്കുന്നതാണ് ഡേ ടൈം സെർവർ എന്ന് പറയുന്ന ഒരു സെർവറുണ്ട്. ഡേ ടൈമിൻ്റെ ഒരു ക്ലയൻറ്റും ഉണ്ട്. അപ്പോൾ ഡേ ടൈം സെർവർ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ പോർട്ടായിരിക്കും. 13 എന്ന് പറയുന്ന പോർട്ടായിരിക്കും ഉപയോഗിച്ചേക്കുന്നത്. ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് പോർട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതിൽ നിന്നോ ഡൈനാമിക് ആയിട്ടുള്ള പോർട്ടുകളിൽ നിന്ന് ഏതെങ്കിലും എടുക്കും. ഇതിപ്പം ഡൈനാമിക് ആയിട്ടുള്ളതിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവൻ്റെ പോർട്ട് നമ്പറും സെർവറിൻ്റെ പോർട്ട് നമ്പറും കൂടെ കൊടുത്ത് ഇങ്ങോട്ട് വിടും. തിരിച്ച് വിടുമ്പോഴത്തേക്കും നേരെ തിരിച്ചാണ് വിടുന്നത്. ഇതിനകത്ത് ആദ്യം കൊടുത്തേക്കുന്നത് സ്വന്തമാണ്, ഏത് പോർട്ടിലേക്കാണ് പോകേണ്ടതെന്നുള്ളതാണ് രണ്ടാമത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ പാക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു ഹെഡർ, ഇങ്ങനെ ഒരു അഡ്രസ്സ് അവൻ ആഡ് ചെയ്ത് വെക്കും. ആ അഡ്രസ്സിൽ എന്താണ് സോഴ്സും ഡെസ്റ്റിനേഷനും ഉണ്ടാവും. ആദ്യം സോഴ്സ്, രണ്ടാമത് ഡെസ്റ്റിനേഷൻ. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ആദ്യം സോഴ്സ് ഇവിടുന്ന് അയക്കുന്നത് കൊണ്ട് അതാണ് സോഴ്സ്, ഏതിലേക്കാണോ പോകേണ്ടത് അതാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അങ്ങനെയാണ് അഡ്രസ്സിങ്. അപ്പോൾ ഇതിൽ നിന്ന് ഡാറ്റ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഡാറ്റ ഇങ്ങനെ പോർട്ട് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. അത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നെറ്റ്വർക്ക് ലെയറിലെത്തിയപ്പോൾ IP അഡ്രസ്സ് ആഡ് ചെയ്തു. IP അഡ്രസ്സ് അത് ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും IP അഡ്രസ്സ് കളഞ്ഞു അതിൻ്റെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇവിടെ 13ാമത്തെയാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോർട്ട് എന്ന് മനസ്സിലായി. അപ്പോൾ 13ാമത്തെ പ്രോസസ്സിന് അത് കൊടുത്തു. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്താണ് 13ാമത്തേതിലേക്ക് പോകണം, എൻ്റെ അഡ്രസ്സ് 52,000 ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടും. അതിലൊരു IP അഡ്രസ്സ് ആഡ് ചെയ്ത് നെറ്റ്വർക്ക് ലെയർ താഴേക്ക് വിടും. അപ്പോൾ ആ IP അഡ്രസ്സിനനുസരിച്ചുള്ള നെറ്റ്വർക്ക് ആ സ്ഥലത്ത് എത്തും. നെറ്റ്വർക്കിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ഡെസ്റ്റിനേഷൻ പോർട്ട് നോക്കും. ഡെസ്റ്റിനേഷൻ പോർട്ട് 13 ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്, 13ലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്നൊരു ഇതിനൊരു റെസ്പോൺസ് തിരിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യും, അപ്പം സോഴ്സ് 13 ഡെസ്റ്റിനേഷൻ 52,000 ആക്കി വിടും. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, IP അഡ്രസ്സും പോർട്ട് നമ്പറും കൂടെ ഒന്നിച്ചെഴുതുന്നതിനാണ് നമ്മൾ സോക്കറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ലോക്കൽ ഹോസ്റ്റ് :18 എഴുതുമെന്ന് പറഞ്ഞു. അതിൽ ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു IP അഡ്രസ്സാണ് ശരിക്കും പറഞ്ഞത്. ഈ IP അഡ്രസ്സ് ഇത് DNS ഡൊമൈൻ നെയിം മാപ്പിംഗ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ഒരു പേരിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ്ബുക്കിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു IP അഡ്രസ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അതുപോലെ ലോക്കൽ ഹോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു IP അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോക്കൽ ഹോസ്റ്റ് പോർട്ട് നമ്പർ 18 എഴുതിയാൽ അതിൻ്റെ അർത്ഥം അത് സോക്കറ്റ് അഡ്രസ്സാണ്. യൂണിക്ലി ഐഡൻറ്റിഫൈസ് എ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യും. പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലുള്ള ഒരു പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ഒരു മൊബൈലിലെ ഒരു പ്രോസസ്സിനെ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യും. To use services of the transport layer in the internet, a pair of socket addresses are needed. The client socket address and the server socket address. ക്ലയൻറ്റിൻ്റെ സെർവറിൻ്റെയും വേണം. ക്ലയൻറ്റിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവും, ക്ലയൻറ്റിൻ്റെ പോർട്ട് നമ്പർ ഉണ്ടാവും. അതുപോലെ സെർവറിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവും, സെർവറിൻ്റെ പോർട്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ദീസ് ആർ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ ഹെഡേഴ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് ട്രാൻസ്പോർട്ട് ലെയർ, അതായത് ആപ്ലിക്കേഷനിൽ നിന്ന് ഡാറ്റ കിട്ടിയ അപ്പം തന്നെ
ഇവൻ ട്രാൻസ്പോർട്ട് ലെയർ പോർട്ട് നമ്പർ ആഡ് ചെയ്യും. അതിന് നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ അവൻ എന്ത് ആഡ് ചെയ്യും? അവൻ നെറ്റ്വർക്ക് അഡ്രസ്സ് ആഡ് ചെയ്യും. ഇനി എൻക്യാപ്സുലേഷനും ഡീക്യാപ്സുലേഷനും ഉണ്ട്. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരെണ്ണത്തിനെ ഒരു ലെറ്ററിനെ നമ്മളൊരു എൻവലപ്പിനകത്താക്കുക, അതിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. പൊതിഞ്ഞു വെക്കുക എന്നുള്ളതാണ് എൻക്യാപ്സുലേഷൻ. ഡീക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു വരുന്നതിനെ അഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഡീക്യാപ്സുലേഷൻ ചെയ്യുന്നത്. അത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനം ഓർഡർ ചെയ്താൽ, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് സാധനം ഓർഡർ ചെയ്താൽ അവരതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തൊരു ബോക്സിലാക്കി വെക്കും. വളരെ ചെറിയ സാധനമാണെങ്കിലും ഒരു ആനയെ പാക്ക് ചെയ്യാൻ മാത്രം വലിയ പാക്കറ്റിനകത്തായിരിക്കും അവർ പാക്ക് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ വന്നിരുന്ന് ഇത് തച്ചിന് പൊളിച്ചെടുക്കും. അതിന് ഡീക്യാപ്സുലേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. Encapsulation happens at the center side. When a process has a message to send, it passes the message to the transport layer along with the pair of socket address and some other pieces of information which depends on transport layer protocol. The transport layer receives the data and adds to the transport layer here. The packet at the transport layer in the internet are called user datagrams. User datagrams എന്ന് പറയും. ഡിപ്പെൻഡിങ് അത് സെഗ്മെൻറ്റ്സ് എന്നോ പാക്കറ്റ്സ് എന്നോ ഒക്കെ പറയും. What transport layer we use? In general, we refer to transport layer payloads and packet. Transport ലെയറിൻ്റെ പേലോഡ്, അതായത് ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് താഴേക്ക് നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകുന്ന സാധനത്തിന് പാക്കറ്റ് എന്ന് പറയും. ഡീക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റിനെ വീണ്ടും തിരിച്ച് പഴയ പരുവത്തിലാക്കുന്നതിനാണ്, അതായത് ആപ്ലിക്കേഷൻ ലെയറിന് വേണ്ട പരുവത്തിലാക്കുന്നതിനാണ് ഡീക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻക്യാപ്സുലേഷനും ഡീക്യാപ്സുലേഷനും അതാണ്. അപ്പോൾ ഇതാണ് എൻക്യാപ്സുലേഷൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഒരു മെസ്സേജ് കിട്ടി. ആ മെസ്സേജിൻ്റെ അറ്റത്ത് ഹെഡർ ആഡ് ചെയ്തു. ഹെഡർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോർട്ട് അഡ്രസ്സാണ്. പോർട്ട് അഡ്രസ്സ് ആഡ് ചെയ്ത് ഇങ്ങോട്ട് വിടും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്യും, പോർട്ട് അഡ്രസ്സിനെ കണ്ടിച്ചെടുത്തിട്ട് ബാക്കി മെസ്സേജ് അങ്ങോട്ട് കൊടുക്കും. ഇതിന് ഡീക്യാപ്സുലേഷൻ എന്ന് പറയും. അടുത്തത് മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിങ്. മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിങ് എന്താണെന്നുള്ളതിന് ഡെഫിനേഷൻ ഇവിടെയുണ്ട്. Whenever an entity accepts items from more than one source, this is referred to as multiplexing. ഒന്നിൽ കൂടുതൽ സ്ഥലത്തു നിന്ന് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയും. Whenever an entity delivers item to more than one source, this is referred to as demultiplexing. Multiplexing എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരു സാറ് അവിടെ നിന്ന് ആൻസർ ഷീറ്റ് എല്ലാം കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയും. ആ പേപ്പർ വാല്യുവേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് മാർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിന് ഡീമൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയും. തിരിച്ചു തരിക, ഒരാൾ പലർക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ഡീപ്ലെക്സിംഗ്, 1 to many. The transport layer at the source performs multiplexing and the transport layer at the destination performs demultiplexing. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു സെൻറ്ററുണ്ട്, 2 റിസീവറുണ്ട്. ഇതിനകത്ത് ഈ സെൻറ്ററിൽ P1 P2 P3 എന്ന് പറയുന്ന 3 പ്രോസസ്സുണ്ട്. P1 M1 എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കും, P2 M2 എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കും, P3 M3 എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കും. ഇത് ക്ലയൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ലെയറാണ്. ഇത് അതിൻ്റെ താഴെയുള്ള ട്രാൻസ്പോർട്ട് ലെയറാണ്. അപ്പോൾ M1ലേക്ക് കുറച്ചും കൂടെ പോർട്ട് നമ്പറൊക്കെ ആഡ് ചെയ്ത് ഇവൻ പാക്കറ്റ്, ഇവിടെ വരുമ്പോൾ അതിന് പാക്കറ്റ് എന്ന് പറയുമെന്ന് നമ്മൾ പറഞ്ഞു ജനറലി. അപ്പോൾ ഈ പാക്കറ്റ് 1, പാക്കറ്റ് 2, പാക്കറ്റ് 3 എന്നും പറഞ്ഞ് M1നും M2ക്കും M3ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും ഉണ്ടാക്കി. എന്നിട്ട് എന്ത് വേണം, ഈ പാക്കറ്റ് 1ഉം പാക്കറ്റ് 3യും പോകേണ്ടത് ഈ സെർവറിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുന്നത്, ഈ ഒരേ ട്രാൻസ്പോർട്ട് ലെയർ തന്നെ പല സ്ഥലത്തേക്കായിട്ട് ഇവന്മാരെ വീതിച്ചു കൊടുക്കും. അതിനാണ് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ എത്തിയപ്പോൾ പാക്കറ്റ് 1ഉം പാക്കറ്റ് 3യും ഇവൻ റിസീവ് ചെയ്തു, ഈ ട്രാൻസ്പോർട്ട് ലെയർ റിസീവ് ചെയ്തു. അപ്പോൾ പാക്കറ്റ് 1 എന്ന് പറയുന്നത് ഒരു M1, അത് P1 എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് പോകേണ്ടത്. ഇത് P3 എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, വീതിച്ച് ഇവന് കിട്ടിയ ഡാറ്റയാണ് ഇവൻ 2 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കും. അപ്പം ഡീമൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയും. അപ്പോൾ എന്താണ്, ഒത്തിരിയും പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ട്രാൻസ്പോർട്ട് ലെയറേ കാണത്തുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിൽ നിന്നെല്ലാം ഡാറ്റ മേടിക്കും. അതുകൊണ്ട് പലതിൽ നിന്ന് മേടിക്കുന്നത് കൊണ്ട് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയും. ഇതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിയാലും കുറേ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ട്രാൻസ്പോർട്ട് ലെയറേ കാണത്തുള്ളൂ. അപ്പോൾ പല സ്ഥലത്തു നിന്ന് വരുന്ന ഡാറ്റേനെ ഇവൻ കളക്ട് ചെയ്ത് പല പ്രോസസ്സിനായിട്ട് വീതിച്ച് കൊടുക്കുന്നത് കൊണ്ട് ഡീമൾട്ടിപ്ലെക്സിംഗ് എന്നും പറയും. ഇനി ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് സാധാരണ വരുന്നത്, പുഷും പുള്ളും. നിങ്ങൾക്കറിയാവുന്നതാണ് പുഷും പുള്ളും. തള്ളുക എന്ന് പറയത്തില്ല, തള്ളി മരിക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് 2 മാർഗ്ഗമുണ്ട്, ഒന്ന് പുഷും ഒന്ന് പുള്ളും. ഇഫ് ദ സെൻഡർ ഡെലിവേഴ്സ് ഐറ്റംസ് വെൻ ദേ ആർ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് പ്രയർ റിക്വസ്റ്റ് ഓൺ ദ കൺസ്യൂമർ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ അങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു
ഒരാളോട് പോയിട്ട് ഒരു കാര്യം ചോദിച്ചില്ല, വെറുതെ അയാൾ ഇന്ന് കുറേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ ആൾ ഒടുക്കത്തെ തള്ളാന്ന് പറയും. അത് തന്നെയാണ് പുഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസ്യൂമർ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ പ്രൊഡ്യൂസർ എല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് പുഷിംഗ് എന്ന് പറയും. ഡെലിവറി ഈസ് റെഫേർഡ് ടു ആസ് പുഷിംഗ്. ദ പ്രൊഡ്യൂസർ ഡെലിവേഴ്സ് ദ ഐറ്റം ആഫ്റ്റർ ദ കൺസ്യൂമർ. നമ്മൾ പോയിട്ട് ഒരാളോട് പോയിട്ട് പറയുക, ചേട്ടാ ഇന്ന കാര്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറഞ്ഞു തരുമ്പോൾ എന്താണ്? പുള്ളിങ്. പുഷും പുള്ളിങ്. നമ്മൾ അയാളിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ഡാറ്റ. അതിനാണ് പുള്ളിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് 4 എൻറ്റിറ്റീസ് ആർ പ്രസൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ലെയർ. ഒന്ന് സെൻഡർ പ്രോസസ്സ്, സെൻഡറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ, അതുപോലെ തന്നെ റിസീവറിൻ്റെ ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് റിസീവിങ് പ്രോസസ്സ്. ഇത്രയും 4 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ എപ്പോഴും സെൻഡ് ചെയ്യുന്ന സെൻഡറിൻ്റെ പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് എപ്പോഴും മെസ്സേജ് പുഷ് ചെയ്യണം. സെൻഡർ ഡാറ്റ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നേരെ പുഷ് ചെയ്ത് ഇങ്ങോട്ട് വിടും. അപ്പോൾ അവൻ ഇങ്ങോട്ട് മേടിക്കും. അപ്പോൾ സെൻഡിങ് ആൻഡ് റിസീവിങ് ട്രാൻസ്പോർട്ട് ലെയർ അത് പറയാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ പുഷാണ് നടക്കുന്നത്. മെസ്സേജസ് ആർ പുഷ്ഡ്. അതേസമയം ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റ ഇവിടെ ഇരിക്കും. ഇവിടെ കാര്യം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ റിസീവർ ഉണ്ടല്ലോ, റിസീവർ ചോദിക്കുക എനിക്ക് വല്ല ലെറ്ററും വന്നിട്ടുണ്ടോ? ചില പോസ്റ്റ്മാന്മാരുണ്ടല്ലോ ഡൽഹി, നമ്മൾ ചോദിച്ചാലേ തരത്തുള്ളൂ. ഇപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ചേട്ടാ എഴുത്ത് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാലേ നമുക്ക് എടുത്ത് തരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ പുള്ളിങ് ആണ് നടക്കുന്നത്. പുൾഡാണ്, മെസ്സേജസ് ആർ പുൾഡ്. ഇവിടുന്ന് വലിച്ചെടുക്കും. ഇവൻ ചോദിച്ചിട്ട് വലിച്ചെടുക്കും വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് നടക്കുന്നത്. അതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത എറർ കൺട്രോളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൻ്റെ ഫ്ലോ കൺട്രോളിൻ്റെ നോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട്, അതിനകത്ത് ഫിഗർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ച് നോക്കിക്കോളുക. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതാ ഫിഗറാണ്. ബഫർ ഉണ്ടാകാം. ബഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുഷ് നടക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളി വിടുമ്പോഴത്തേക്കും ഇവൻ 2-3 ഒന്നിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് പല പ്രോസസ്സിന് ഒറ്റ ട്രാൻസ്പോർട്ട് ലെയർ കാണും. അപ്പോൾ പലരും ഒന്നിച്ച് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോന്നിനും പോർട്ട് അഡ്രസ്സ് ആഡ് ചെയ്ത് സെൻഡ് ചെയ്യാനായിട്ട് സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് സമയം ഇവന് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബഫർ ഉപയോഗിക്കും. ബഫർ സെൻഡിങ്. അപ്പം അതിന് ബഫർ എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് ഡാറ്റ കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് സെൻഡ് ചെയ്യും. അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന സമയത്തും ഇവൻ റിസീവ് ചെയ്തിട്ട് ഇവൻ ഏത് പോർട്ടിലേക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു സമയം വേണ്ടി വരും. ആ സമയത്ത് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് ബഫർ ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ സെൻറ്ററിലും റിസീവറിലും ബഫറും ഉണ്ടാകും. അത്രയാണ്. അടുത്ത എറർ കൺട്രോൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. താങ്ക് യു.